ദാസൻ യാക്കോബെപ്പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്നു നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തലയിണയെ ബേഥേലാക്കും എൻ തുമ്പത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ
വളരെ പ്രശസ്തമായ, സുപരിചിതമായ, അനുഗ്രഹീതമായ, പ്രസിദ്ധമായ, മനോഹരമായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ കേട്ടത്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:21 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും ആകുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും എല്ലാറ്റിലും ഒരു ലാഭം പ്രതീക്ഷിക്കുന്നു. ലാഭം പ്രതീക്ഷിക്കാത്തവരാരും ഈ ലോകത്തിലില്ല. എല്ലാറ്റിലും ഒരു ലാഭം പലരും അറിഞ്ഞും അറിയാതെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആരും ഈ ലോകത്തിൽ പറയുന്നില്ല, എല്ലാരെക്കുറിച്ചുമല്ല, പലരെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്, മരണം ഒരു ലാഭമാണ് എന്ന്. അത് വലിയ കഷ്ടമായി പോയല്ലോ, അതെന്താ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയാണ് പലരും അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് മരണം ലാഭമാണ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. മരണം കൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഒരിക്കലും ഈ മനുഷ്യൻ അങ്ങനെ ഒരാളല്ലായിരുന്നു, അതിനെ വിശ്വസിച്ചിരുന്ന വ്യക്തിത്വമല്ലായിരുന്നു. എന്നാൽ ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ താൻ എന്ന് തിരിച്ചറിഞ്ഞുവോ, ഈ വെളിപ്പാട് തൻ്റെ ഉള്ളിൽ നിറയുവാനിടയായി. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ക്രിസ്തു ഉയർത്തെങ്കിൽ ഇത് അർത്ഥമുള്ളതാണ്. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം വിട്ടൊഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് മാനുഷിക നിർമ്മിതമല്ല, മനുഷ്യന്റെ കൈ തൊടാത്ത, മാനുഷിക നിർമ്മിതമല്ലാത്ത ഒരു കെട്ടിടം, ഒരു വീട് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന ഉറപ്പ് ഭക്തനെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് ജീവിതം എന്ന 3 അക്ഷരത്തിലൂടെ യാത്ര ചെയ്ത് മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത്. പക്ഷെ വീണ്ടും ഒരു 3 അക്ഷരവും കൂടെ ബാക്കി നിൽക്കുന്നു, ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ നിത്യത. ഇത് തിരഞ്ഞെടുക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ടാണ്. അവനവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന നാഴിക വരുന്നു എന്നാണ് യേശു നമ്മെ അറിയിച്ചത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൂതർ എന്നെ വിളിക്കുന്നേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഇത് പറയാൻ ആർക്ക് കഴിയും? മരണത്തെ ഭയക്കാത്ത, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു ഭക്തന് മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ന് നീ മരിച്ചാൽ, ഇന്ന് നിന്റെ പ്രാണനെ നീ വിട്ടാൽ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ എത്തുമോ? ദൈവസന്നിധിയിൽ ചെല്ലുമോ? ആ ഉറപ്പ് നിനക്കുണ്ടോ? ഇല്ലെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ മരണത്തിനപ്പുറമായ ഒരു നിത്യജീവൻ നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് നിന്റെ മരണത്തെ മാറ്റുവാൻ വേണ്ടിയാണ്. യേശു ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റത് നിന്നെയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനാണ്. യേശു ഇനി ഈ ഭൂമിയിലേക്ക് രാജാതി രാജാവായി മടങ്ങി വരുന്നത് തൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ്. അങ്ങനാണെങ്കിൽ കർത്താവിനോട് പറയാമോ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. എനിക്കതിൽ ഭയമില്ല കർത്താവേ, എനിക്കതിൽ പേടിയില്ല കർത്താവേ. കാരണം മരണത്തിനപ്പുറം എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് കാണാൻ കഴിയും. ഈ മർത്യമായതിനെ അമർത്യമായത് ധരിക്കും. ആമീൻ, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗ്യകരമായ പ്രത്യാശ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ ഉണ്ടാകട്ടെ പ്രിയരെ. ഈ ലോകത്തിലെ കുറെ സമ്പത്തുകൾ സമ്പാദിച്ച്, ഈ ലോകത്തിലെ കുറെ ഭൗതിക നേട്ടങ്ങൾ സ്വായത്തമാക്കി 6 അടി നീളമുള്ള ഒരു മണ്ണിനകത്ത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ആ ശരീരവും നീറി ഒടുങ്ങുമ്പോൾ, എൻ്റെ ആത്മാവ് എത്തേണ്ടടുത്തെത്തും, എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലും എന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും പാടാൻ കഴിയും, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് തരുന്നു. ദാസൻ യാക്കോബിനെ പോൽ രാക്കാലത്തിൽ
വൻകാട്ടിൽ കല്ലിന്മേൽ ഞാൻ തലവെച്ചുറങ്ങുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളിലുമേ നിന്നോട് ചേരട്ടെ. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ കർത്താവേ ഞാൻ നിന്നോട് ചേർന്ന് നടക്കട്ടെ. എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ നിന്നോട് ചേർന്ന് നടക്കട്ടെ. എൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ നിന്നോട് ചേർന്ന് നടക്കട്ടെ. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ നിന്നോട് ചേർന്ന് നടക്കട്ടെ. അകലം പാലിക്കാതെ അടുപ്പത്തോടെ ചേർന്ന് നടക്കട്ടെ. ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന കർത്താവ് ഇന്ന് ഈ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ വിളിക്കുകയാണ്. കർത്താവിനോട് പറയാമോ, യേശുവേ ഞാൻ നിന്നോട് ചേരുകയാണ്, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരികയാണ്, എൻ്റെ സർവവും ഞാൻ നിനക്കായി സമർപ്പിക്കുകയാണ്. നിന്നോ